നമസ്കാരം. നമസ്കാരം. അഞ്ജലി, ഇപ്പോ അരിമ്പൂര് പഞ്ചായത്ത് തൃശ്ശൂരിലെ അരിമ്പൂര് പഞ്ചായത്തിൽ 1-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുകയാണ്. യുവമോർച്ചയിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നതാണ്. എങ്ങനെ തോന്നുന്നു ഇപ്പോഴത്തെ ഒരു വിജയ സാധ്യത? ആത്മവിശ്വാസം ഉണ്ടോ? ആത്മവിശ്വാസമുണ്ട്. എന്റെ കന്യങ്കാണത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ കൂടെ, ചുമതലകൾ വഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ, ഒരു തെരഞ്ഞെടുപ്പിൽ സാരഥിയായിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾക്ക് ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു അടിത്തറ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വോട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ നമ്മൾ ഒരുപാട് നടത്തിയിരുന്നു, സമ്പർക്കങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള രീതികളിലൊക്കെ നമ്മളൊരു ബേസ് നമ്മുടെ ഈ ഒരു വാർഡിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം മുന്നിൽ നിൽക്കുന്നുണ്ട്. വിജയസാധ്യതയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ചരിത്രം കുറിച്ച ഒരു പഞ്ചായത്താണ്. നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ BJP കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാര്യമായിട്ടുള്ള സ്വാധീനം ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി ഏകദേശം ഒരു 8,000-ഓളം വോട്ടുകളൊക്കെ നേടി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. UDF-നെയും LDF-നെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം. ഭൂരിപക്ഷം വാർഡുകളിലും BJP 1-ാം സ്ഥാനത്തെത്തി. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം മുതൽക്കൂട്ടായിട്ട് നിലനിൽക്കുന്ന സമയത്ത് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ഭയപ്പാടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഇടയിലായാലും BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. അവർക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് അടുക്കാനായിട്ടൊരു മടി മുന്നേ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡില്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് BJPയിലാണ് ഇനി ക്രിസ്ത്യൻ സമുദായത്തിനായാലും രക്ഷയുള്ളൂ എന്നൊരു ചിന്താഗതി ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഉള്ളിലും വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ അവർക്ക് BJPക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് അനുകൂലമായിട്ട് നിൽക്കാനോ അവർക്ക് യാതൊരുവിധ മടിയുമില്ല. അത് പൂർണ്ണമായിട്ടും BJPക്ക് അനുകൂലമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായിട്ടും അനുകൂലമാവുമെന്ന് നമ്മളിപ്പോ പറയുന്നില്ല എങ്കിൽ പോലും ഇലക്ഷൻ കഴിഞ്ഞ് നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് പോകുന്ന വീടുകളിൽ നിന്ന്, നമുക്ക് പല ക്രിസ്ത്യൻ വീടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അവര് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്, നാടിനൊരു മാറ്റം വേണം, ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. എന്നും കണ്ടു പരിചയിച്ച മുഖങ്ങളല്ലാതെ പുതിയ മുഖങ്ങൾ കടന്നു വരണം, യുവത്വം കടന്നു വരണം എന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. പിന്നെ കേന്ദ്രത്തിലും കേരളത്തിലും രണ്ടു പേരായി നിന്നിട്ട് കാര്യമില്ല. കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഈ നാട്ടിൽ അത്യാവശ്യം വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയും, ജനങ്ങൾക്ക് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ജനങ്ങൾക്കുള്ളിലുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വോട്ടായി വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇപ്പോ നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ടൊരു പഞ്ചായത്താണല്ലോ അരിമ്പൂര്. നിരവധി കർഷകരുണ്ട്. കർഷക ഗ്രാമം എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പഞ്ചായത്തിനെ പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും. പരമ്പരാഗതമായിട്ട് കർഷകർക്കിടയിൽ LDF അല്ലെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയിരുന്ന ഒരു സ്വാധീനത്തെ തകർക്കാനായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ അരിമ്പൂര് പഞ്ചായത്ത് എന്ന് പറയുന്നത് 4 നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ്. ഇവിടെ തന്നെ ഒരുപാട് കർഷകര് കാലാകാലങ്ങളായിട്ട് UDF-നോ അല്ലെങ്കിൽ LDF-നോ അനുകൂലമായി നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം കർഷകർക്ക് വേണ്ടിയിട്ട് തന്നെ പ്രത്യേക പാക്കേജുകൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. കർഷകർക്ക് വേണ്ടിയിട്ട് അവർക്ക് 2,000 രൂപ മുതലുള്ള കാര്യങ്ങൾ എല്ലാ കർഷകരുടെ അക്കൗണ്ടിലേക്കും 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ 2,000 രൂപ വീതം വരുന്ന ഒരു സിസ്റ്റം മോദി ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകരുടെ എന്താവശ്യത്തിനും അവർക്ക് വിളയ്ക്കുന്ന ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അങ്ങനെയുള്ള കർഷകരുടെ എന്ത് ബുദ്ധിമുട്ടുകളിലും മോദി ഗവൺമെന്റ് വളരെയധികം അവരുടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അക്ഷയയിൽ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫായിരുന്നു. നമുക്കറിയാം ഈ അരിമ്പൂര് പഞ്ചായത്തിൽ തന്നെ ഈ 2,000 രൂപ കിട്ടുന്ന വ്യക്തികൾ, അതായത് PM കിസാൻ യോജന വഴി 2,000 രൂപ കിട്ടുന്ന വ്യക്തികളുടെ എണ്ണം വളരെ വലുതാണ്. 4,000-ലധികം ആൾക്കാർക്കാണ് ഈ അരിമ്പൂര് പഞ്ചായത്തിൽ മാത്രം ഈ ഇത് കിട്ടുന്നത്, PM കിസാന്റെ ഈ 2,000 രൂപ കിട്ടുന്നത്. അപ്പോൾ ജനങ്ങളെ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് ഇത്രയും നാളും പൈസ തന്നിരുന്നത് ആദ്യം 100 രൂപ തന്നിരുന്നെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുക 2 രൂപയായിരിക്കും നമ്മുടെ കയ്യിലേക്ക് എത്തുക. ബാക്കി 98 രൂപയും ഇടനിലക്കാരിലൂടെ മറിഞ്ഞ് അങ്ങനെ പോവാണ് ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തുക ചിലപ്പോൾ 2 രൂപയായിരിക്കും. പക്ഷെ ഇന്ന് 100 രൂപ തരുന്നുണ്ടെങ്കിൽ ആ 100 രൂപയും കൃത്യമായിട്ടും ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് മോദി ഗവൺമെന്റ് ഇട്ട് കൊടുക്കുന്നത്. അത് കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ്. കർഷകരെ നമ്മളോട് തുറന്നു പറയാറുമുണ്ട്. അപ്പൊ അവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും. ഈ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അദ്ദേഹം MP ആയതിനു ശേഷം ഉണ്ടായിട്ടുണ്ടോ? ഈ മട ഇടിഞ്ഞു വീഴുന്ന രീതിയിലുള്ള പാടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പല സ്ഥലങ്ങളിലും പുള്ളി നേരിട്ട് ചെന്നതിന് ധനസഹായം എല്ലാം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളുടെ പഞ്ചായത്തിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സംതൃപ്തിയാണോ നിങ്ങൾ എല്ലാവരും? സുരേഷ് ഗോപി അരിമ്പൂര് പഞ്ചായത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യാനും ഫണ്ടുകൾ വിനിയോഗിക്കാനും അദ്ദേഹം തയ്യാറാണ്.
എന്നാൽ അരിമ്പൂര് പഞ്ചായത്ത് ഇപ്പൊ ഭരിക്കുന്ന ഭരണകൂടത്തിന് വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അരിമ്പൂര് പഞ്ചായത്തില് സുരേഷ് ഗോപി എന്ന് പറയുന്ന MP-യുടെ യാതൊരുവിധ ഫണ്ടും അരിമ്പൂര് പഞ്ചായത്തില് ഒരു തരത്തിലും വിനിയോഗിക്കില്ല. അതിപ്പോ എന്ത് വിഷയമായാൽ പോലും, റോഡിന്റെ വിഷയമായാലും ശരി, പാടത്തിന്റെ വിഷയമായാലും ശരി, എന്ത് വിഷയമായാലും ശരി, MP ഫണ്ട് ഈ അരിമ്പൂര് പഞ്ചായത്തിൽ അവർ വിനിയോഗിക്കില്ല എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള നിലപാടും കൃത്യമായിട്ടുള്ള അജണ്ടയും ഇവിടെ അരിമ്പൂര് പഞ്ചായത്ത് ഭരിക്കുന്ന LDF-നായാലും പ്രതിപക്ഷത്തിനായാലും ഉണ്ട്. അത് കാരണം തന്നെ അദ്ദേഹത്തിനെ ഇവിടേക്ക് എത്തിക്കാനോ, അദ്ദേഹത്തിന് വേണ്ടി നിവേദനങ്ങൾ, അരിമ്പൂര് പഞ്ചായത്തിന് വേണ്ടിയുള്ള നിവേദനങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കാനോ അരിമ്പൂര് പഞ്ചായത്തിന്റെ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വലിയ രീതിയിൽ അകലം പാലിച്ചിരുന്ന ജനങ്ങൾ, UDF-ന് വോട്ട് ചെയ്യുന്ന ആളുകളടക്കം ഇപ്പോൾ BJP-ക്ക് വലിയ രീതിയിൽ വോട്ട് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഈ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം ഗ്രാമീണ മേഖലയിൽ തകരുന്ന ഒരു സാഹചര്യം, അത് LDF-ന് ഏതെങ്കിലും തരത്തിൽ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്? സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ LDF ഇനിയിപ്പോ കേരളത്തിൽ വന്നിട്ട് ഒന്നും ജനങ്ങൾക്ക് ഗുണമില്ല എന്നുള്ളത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അയ്യപ്പന്റെ കാര്യമായാലും ശബരിമലയിലെ വിഷയങ്ങളായാലും അല്ലെങ്കിൽ അവരുടെ ദൂർത്തിനെ കുറിച്ചിട്ടായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി LDF എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതി മുക്കാലും അവർ വിറ്റു തൊലയ്ക്കും എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. UDF ആയാലും ഇതിനെതിരെ പ്രതികരിക്കാൻ UDF-നോ സാധിക്കുന്നില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന UDF-നും ഈ വക തെണ്ടിത്തരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കെതിരെയോ പ്രതികരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. പ്രതിപക്ഷത്തിന് ജനങ്ങൾ അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ട് BJP എന്ന് പറയുന്ന ഒരു മൂന്നാം മുന്നണിയാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. BJP വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അത് കാരണം തന്നെ നമുക്ക് നമ്മുടെ വോട്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കണം, നമ്മൾക്കുള്ള സംവിധാന അവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്കറിയാം BJP ആണ് ഇനി രക്ഷയുള്ളൂ. BJP വന്നിട്ട് കേരളത്തിൽ എന്തെങ്കിലും വികസനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനൊക്കെ BJP മുന്നോട്ട് വന്നാലേ കാര്യമുള്ളൂ എന്നുള്ളത് ഒരു ഭൂരിപക്ഷം ജനങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ LDF-ലേക്ക് അവരുടെ വോട്ടുകൾ ഒരു കാരണവശാലും പോവില്ല. ഓക്കെ, ഇപ്പോ എല്ലാ വീടുകളിലും ഈ സമ്പർക്കം നിലവിലെ ഈ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് ചോദിച്ചു പോകുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അത് ഈ നിങ്ങൾ മത്സരിക്കുന്ന ഈ വാർഡിലെ മുഴുവൻ വീടുകളിലും കയറി ചെന്നിരുന്നു? ഞങ്ങളിപ്പോ 2 റൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ 400-നുള്ളിൽ വീടുകൾ, 428 വീടുകളാണ് മെയിൻ ആയിട്ടുള്ളത്. എന്നാൽ അതിൽ താമസിക്കുന്നത് ഒരു 400-നുള്ള വീടുകളിലാണ് താമസമുള്ളത്. അവിടെയെല്ലാം ഞങ്ങൾ 2 തവണ ഞങ്ങളുടെ സമ്പർക്കം 2 ഘട്ടമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി 3-ാം ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. ഇപ്പോ ഈ വീടുകളിൽ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ഇപ്പോൾ LDF-ന്റെ എന്ത് ചെയ്താലും LDF-ന് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളും എന്ത് ചെയ്താലും UDF-ന് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ആ ഒരു ആളുകളുടെ പ്രതികരണം എന്താണ്? ഒരു പുതിയൊരാള് BJP-യുടെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് എങ്ങനെയാണ് അവരൊരു നിലപാട് എങ്ങനെയാണ്? ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എന്നെ ഇവിടുത്തെ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇന്ന് വരെ ഒരു വീട്ടിൽ കയറി ചെന്നിട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഈ വാർഡിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സുരേഷ് ഗോപിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടായാലും BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുമൊക്കെയായി ബന്ധപ്പെട്ട് നിരന്തരം ഈ വാർഡുമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഇവിടെ ആർക്കും പുതുമുഖമായിട്ടോ അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടിയാണ് ഇവള് എന്ന് പറഞ്ഞിട്ടാണ് പല വീടുകളും നമ്മൾ സ്വീകരിക്കുന്നത്. അതൊരു പക്ഷേ BJP-കാരന്റെ വീടല്ലായിരിക്കാം, ഒരുപക്ഷെ CPM-കാരന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരന്റെയോ വീടായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ കുട്ടിയാണ് ഇവള്, നമുക്ക് ഇനി വേണ്ടത് മാറ്റമാണ്. യുവാക്കൾ കടന്നു വരട്ടെ, ഓടിച്ചാടി നടക്കാനും പ്രസരിപ്പോട് കൂടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിവുള്ള ആൾക്കാർ കടന്നു വരട്ടെ എന്നാണ് എനിക്ക് പോയപ്പോൾ പല വീടുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. ഒരു 50 വീട് കയറിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 40 വീടുകളിൽ നിന്നും നമുക്ക് കിട്ടിയുള്ള പ്രതികരണം അതാണ്. യുവാക്കൾ വരട്ടെ, അവർ ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നമുക്ക് സംസാരിക്കുന്നത്. അപ്പോ വലിയ വിജയപ്രതീക്ഷയാണ് ഇത്തവണ? നല്ല പ്രതീക്ഷയുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ലൊരു പ്രതീക്ഷയിലൂടെയാണ്. തോൽക്കുമെന്ന് പറയുന്നത് നമ്മൾ മത്സരിക്കാതിരിക്കില്ല. നമ്മൾ തോൽവിയായാലും ശരി വിജയമായാലും ശരി നമ്മൾ രണ്ടിനെയും നേരിടും. പക്ഷെ വിജയപ്രതീക്ഷ ഇത്തിരി കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ സിറ്റുവേഷൻ, ഇവിടുത്തെ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ നമുക്ക് ഇത്തിരി കൂടുതലാണ്. പിന്നെ നമുക്ക് ഓരോ വീട്ടിലും കയറി ചെന്ന് തല ഉയർത്തി നിന്നിട്ട് നമുക്ക് വോട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് പറയാനായിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്, നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. നമുക്കൊരു MP ഉണ്ട്, അദ്ദേഹം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ
ചെയ്തിട്ടുള്ള ഒരുപാട് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പറഞ്ഞ് നമുക്ക് ഏത് ജനങ്ങളുടെ മുന്നിൽ, ആരുടെ മുന്നിലായാലും, അതിപ്പോ ഒരു LDF കാരന്റെ മുന്നിലായാലും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ഒരു CPM കാരന്റെ മുന്നിലോ, ആരുടെ മുന്നിലായാലും, കോൺഗ്രസ്സുകാരുടെ മുന്നിലായാലും നമുക്ക് തലയുയർത്തി നിന്ന് വോട്ട് ചോദിക്കാനായിട്ട് നമുക്കൊരു ഒരു ധൈര്യമുണ്ട്. അപ്പൊ എല്ലാവിധ വിജയാശംസകളും അഞ്ജലി. ഒരുപാട് നന്ദി.